നിലവിലുള്ള പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങളുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് സേവന കേന്ദ്രങ്ങൾ തുടങ്ങുക. വിദൂര കേന്ദ്രങ്ങളിൽ സാധ്യമാകുന്ന രീതിയിൽ പുതിയ കേന്ദ്രങ്ങൾ പരിഗണിക്കും. രാജ്യം വിടാൻ നിയമസാധുതയുള്ള യാത്രാരേഖകളില്ലാത്തവർക്ക് ഇത്തരം കേന്ദ്രങ്ങളിലെത്തി രേഖകൾ പൂർത്തീകരിക്കാം. അപേക്ഷകർ നേരിട്ട് സേവന കേന്ദ്രങ്ങളിലെത്തണം. അപേക്ഷ സമർപ്പിച്ച ഒരാഴ്ചക്കകം എമർജൻസി സർട്ടിഫിക്കറ്റുകൾ നൽകും. എമർജൻസി സർട്ടിഫിക്കറ്റിനുള്ള ഫീസ് ഒഴിവാക്കുന്നതിന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതായും അംബാസഡർ അഹമ്മദ് ജാവേദ് വ്യക്തമാക്കി. To avail of this facility, the form is available online, which anybody can download. It's a simple two-page form which they have to fill up, and along that the requirements of documents are also laid down. For example, a copy of the passport, whether it is expired or not there, and a few other documents are required. Once they are completely done, they have to come and deposit it at the depositing center. രാജ്യത്തിന്റെ എല്ലാ ദിക്കുകളിലുമുള്ളവരിലേക്കും സന്ദേശമെത്തിക്കാൻ സന്നദ്ധപ്രവർത്തകർ ശ്രമിക്കണമെന്ന് എംബസി ആവശ്യപ്പെട്ടു. സന്നദ്ധപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് എംബസി പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താനുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നത്. വളണ്ടിയർമാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ എംബസി അടുത്ത ദിവസം പുറത്തിറക്കുമെന്നും അറിയിച്ചു. KCM അബ്ദുള്ള, മീഡിയ 1, റിയാദ്.